ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 മെയ് 14 ബുധനാഴ്ച രാത്രി 10:36 വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. ശുക്രൻ്റെ ക്ഷേത്രവും ശത്രുക്ഷേത്രവുമായ ഇടവം രാശിയിൽ നിന്ന് വ്യാഴം മാറുന്നത് മറ്റൊരു ശത്രുക്ഷേത്രവും ബുധൻ്റെ ക്ഷേത്രവുമായ മിഥുനം രാശിയിലേക്കാണ്. ഒരു രാശിയിൽ ശരാശരി ഒരു വർഷക്കാലം സഞ്ചരിക്കുന്ന വ്യാഴം ശനിയും രാഹുകേതുക്കളും കഴിഞ്ഞാൽ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ്. 2025 മെയ് 14 മിഥുനം രാശിയിൽ പ്രവേശിക്കുന്ന വ്യാഴം 2025 ഒക്ടോബർ 19 ഉച്ചയ്ക്ക് 12:57 ചന്ദ്രൻ്റെ ക്ഷേത്രവും വ്യാഴത്തിൻ്റെ ഉച്ചരാശിയുമായ കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുന്നു. 2025 നവംബർ 11 വൈകുന്നേരം 6:31 വ്യാഴം അത്യുച്ചത്തിൽ എത്തുകയും പിന്നീട് പ്രതിലോമമായി സഞ്ചരിച്ച് 2025 ഡിസംബർ 4 രാത്രി 8:39 വീണ്ടും മിഥുനം രാശിയിൽ എത്തുകയും ചെയ്യുന്നു. അതായത് 2025 വ്യാഴം ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്കും അവിടെ നിന്ന് കർക്കിടകം രാശിയിലേക്കും തിരികെ മിഥുനം രാശിയിലേക്കും സംക്രമിക്കുന്നു. പ്രപഞ്ചശക്തികൾക്ക് ചൈതന്യം പകരുകയും വ്യക്തിജീവിതത്തെയും സമൂഹത്തെയും മാത്രമല്ല ലോകഗതിയെ തന്നെ സ്വാധീനിക്കുന്നതാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം. വ്യക്തിജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുവാൻ കഴിവുള്ള ഗ്രഹമാണ് വ്യാഴം. വ്യാഴം നൽകുന്ന ഫലങ്ങൾ ഗുണമായാലും ദോഷമായാലും കാലതാമസം കൂടാതെ പെട്ടെന്ന് തന്നെ ലഭിച്ചു തുടങ്ങും എന്നതാണ് ഈ ഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകത. വ്യാഴത്തിൻ്റെ അനുകൂലാവസ്ഥയാണ് ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നതും. ഒരു വ്യക്തി ജനിച്ച കൂറിൻ്റെ 2, 5, 7, 9, 11 എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് കൂടുതൽ നല്ല അനുഭവങ്ങൾ ലഭിക്കുന്നത്. മറ്റു ഭാവങ്ങൾക്ക് ജാതകത്തിൽ പല ഗുണങ്ങളും ചെയ്യാനാകും, എന്നാൽ ചാരവശാൽ അത്ര ഗുണകരമല്ല. 4, 12 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭാവിയിൽ പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണം നിക്ഷേപിക്കാവുന്നതാണ്. വസ്തുവോ വീടോ വാങ്ങുന്നതിൽ തെറ്റില്ല. 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പുതിയ വീട് നിർമ്മിക്കുകയോ വീടിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുകയോ ആകാം. മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിന് തുലാം, ധനു, കുംഭം എന്നീ രാശികളിലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട്. ദേവഗുരുവും സർവേശ്വരകാരകനുമായ വ്യാഴത്തിൻ്റെ 2025 ഈ രാശിമാറ്റങ്ങൾ പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അവരുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു, എന്തെല്ലാം അനുഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 മെയ് 14 നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ആയിരിക്കും കാഴ്ചവെക്കുന്നത്. ഔദ്യോഗിക രംഗത്ത് കൂടുതൽ തിളങ്ങുവാൻ കഴിയും. പുതിയ പദവികൾ ഏറ്റെടുക്കേണ്ടി വരും. വിദേശയാത്ര ഗുണകരമാകും. സാമ്പത്തിക രംഗം ഏറെ സുസ്ഥിരമായേക്കും. IT രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും. ഭവന നിർമ്മാണം പൂർത്തിയാക്കുവാൻ കഴിയും. അധ്യാപകർ, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ, കമ്പനി സെക്രട്ടറിമാർ തുടങ്ങിയവർക്കെല്ലാം പൊതുവെ നല്ല അനുഭവങ്ങളുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് കൗൺസിലിങ്ങോ ബോധവൽക്കരണമോ വേണ്ടിവരും. കുടുംബജീവിതത്തിൽ ചെറിയ താളപ്പിഴകളും അപശ്രുതികളും ഉണ്ടാകും. അനുരഞ്ജനത്തിൻ്റെ വഴി സ്വീകരിക്കുന്നത് ആശ്വാസകരമാകും. ഊഹക്കച്ചവടത്തിലും ഓഹരി വിപണിയിലും
നേട്ടം ഉണ്ടാകണമെന്നില്ല. ശത്രുക്കളുടെ പ്രവർത്തനം കരുതിയിരിക്കണം. മനസ്സവാച കർമ്മണ ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വരും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. സഹായവും സേവനവും സ്വീകരിക്കുന്നവർ അവ നല്ല രീതിയിൽ വിനിയോഗിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഒക്ടോബർ 19 വ്യാഴം കർക്കിടകം രാശിയിൽ പ്രവേശിക്കുമ്പോൾ പുണർന്ന നാളിൽ ജനിച്ചവർക്ക് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. എല്ലാ മേഖലകളിലും ഒരു പുരോഗതി ദൃശ്യമാകും. ചിന്തകൾക്ക് തെളിമയുണ്ടാകും. ആശയവിനിമയശേഷി വർദ്ധിക്കും. ഉദ്യോഗസ്ഥർക്ക് അനുകൂല കാലമാണ്. കുടുംബാന്തരീക്ഷം ആനന്ദപ്രദമാകും. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം. പുതിയ വീട് വാങ്ങുവാൻ കഴിയും. സമൂഹത്തിൽ ആദരവും അംഗീകാരവും ലഭിക്കും. ക്രയവിക്രയങ്ങളിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ നീങ്ങും. സ്വദേശത്തോ വിദേശത്തോ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അവസരം അനുകൂലമാണ്. ഭാഗ്യക്കുറിയോ ചിട്ടിയോ ലഭിക്കും. ദാമ്പത്യ സുഖം ലഭിക്കും. സന്തതികൾ മൂലം സന്തോഷം ഭവിക്കും. ലക്ഷ്യബോധവും ചുമതലാബോധവും ഉണ്ടാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ദൂരയാത്രകൾ ഗുണകരമാകും. ഉല്ലാസയാത്രയ്ക്കും അവസരം ഉണ്ടാകും. 2025 ഡിസംബർ 4 വ്യാഴം തിരികെ മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നതാണ്. ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമി, നരസിംഹമൂർത്തി, കാലഭൈരവസ്വാമി എന്നിവരിൽ ഒരാൾക്ക് സഹസ്രനാമാർച്ചന, നിറമാല, പുഷ്പാഞ്ജലി എന്നിവ യഥാശക്തി വഴിപാടുകൾ നടത്താവുന്നതാണ്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 മെയ് 14 നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത്. വ്യാഴം 11ാം ഭാവത്തിൽ നിന്നും 12ാം ഭാവത്തിലേക്കാണ് വരുന്നത്. സാമ്പത്തിക സ്ഥിതിയെ ബാധിച്ചേക്കും. വരവുകൾ പരിമിതപ്പെട്ടേക്കും. ചെലവ് അല്പം നിയന്ത്രണാതീതം ആയെന്ന് വരും. ഔദ്യോഗിക രംഗത്ത് സ്ഥാനക്കയറ്റവും ദൂരദിക്കിലേക്ക് സ്ഥലം മാറ്റവും ഉണ്ടായി എന്ന് വരാം. വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമുള്ള കാലഘട്ടമാണ്. സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധ വേണം. ബിസിനസ് മേഖലയിൽ കൂടുതൽ മുതൽ മുടക്കിന് അനുകൂല സമയമല്ല. ദൂരയാത്രകൾ വേണ്ടിവരും. വാഹനത്തിന് അപ്രതീക്ഷിത ചെലവുകൾ വന്നുചേരും. വീടിനും അവിചാരിതമായി അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. വലിയ ആരോഗ്യ പ്രശ്നങ്ങളെ ഭയപ്പെടേണ്ടതില്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾക്കും മനസ്സറിഞ്ഞ് ഉദാരമായ സംഭാവനകൾ ചെയ്യും. വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ പ്രത്യേകമായ താൽപ്പര്യം കാണിക്കും. നിക്ഷേപങ്ങളിൽ നിന്നും പണം പിൻവലിച്ചേക്കും. അന്യദേശ യാത്രയ്ക്ക് സന്ദർഭം ഒരുങ്ങും. ആഭരണ ലാഭത്തിനും യോഗമുണ്ട്. പുത്രസുഖവും ശത്രുനാശവും ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ വലിയ അലോരസങ്ങളില്ലാതെ മുന്നോട്ട് പോകും. വഴക്കുകൾ ഒത്തുതീർപ്പാക്കി നാട്ടിൽ സൽപ്പേരുണ്ടാക്കും. വലിയ പരുക്കുകളോ വലിയ പരാജയമോ പറ്റാതെ ജീവിതം മുന്നോട്ട് പോകുന്ന സാഹചര്യം ആയിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ചില വിഷമതകൾ നേരിടേണ്ടി വരും. 2025 ഒക്ടോബർ 19 വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ പൂയം നാളിൽ ജനിച്ചവർക്ക് കുറെ കൂടി അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ശാരീരിക പ്രശ്നങ്ങൾ അകലും. ആരോഗ്യം വർദ്ധിക്കും. പല പരീക്ഷണങ്ങൾക്കും വിധേയമാകേണ്ടി വരും. തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് ഉദാസീനതയുണ്ടാകും. സാമ്പത്തികമായ ക്ലേശങ്ങൾ അനുഭവപ്പെടാം. പാഴ്ചെലവുകൾ വർദ്ധിക്കും. കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. വൈകാരികമായ കാര്യങ്ങളിൽ തെറ്റുപറ്റാം. അന്യനാട്ടിൽ പഠനം തൊഴിൽ വയ്ക്കും സാധ്യതയുണ്ട്. ഏജൻസികൾ വഴി നേട്ടമുണ്ടാകും. ദിവസവേതനക്കാർക്ക് തരക്കേടില്ലാത്ത വരുമാനം പ്രതീക്ഷിക്കാം. സന്താനങ്ങൾക്ക് ശ്രേയസ്സുണ്ടാകും. അവിവാഹിതർക്ക് വിവാഹ സാധ്യതയുണ്ട്. ദമ്പതിമാർക്ക് ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. 2025 ഒക്ടോബർ 4 വ്യാഴം തിരികെ മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നതാണ്. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ഭഗവാന് ധാര, പിൻവിളക്ക്, ശാസ്താക്ഷേത്രത്തിൽ ശനിയാഴ്ച നീരാഞ്ജനം എന്നിവ യഥാശക്തി നടത്തുക.
ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 മെയ് 14 നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത്. പൂയം നക്ഷത്രത്തിൽ എന്ന പോലെ ഇവർക്കും വ്യാഴം 12ാം ഭാവത്തിലാണ്. വരവും ചെലവും തമ്മിലുള്ള അന്തരം വർദ്ധിക്കും. ചില നല്ല കാര്യങ്ങൾക്ക് പണം ചെലവാക്കേണ്ടി വരും. ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ സഹകരിക്കും. വേണ്ടപ്പെട്ടവരുടെ വിവാഹ ആവശ്യങ്ങൾക്കായി സാമ്പത്തികമായി സഹായിക്കും. അശരണർക്ക് സഹായമോ ചികിത്സാ സഹായമോ ചെയ്യും. പഴയ വാഹനമോ വീടോ സ്വന്തമാക്കും. കരാർ പണികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് പുതുക്കി ലഭിക്കുവാൻ ക്ലേശിക്കേണ്ടി വരും. കലഹ സ്വഭാവം നിയന്ത്രിച്ചില്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാവും. തർക്കങ്ങളിൽ മധ്യസ്ഥതയ്ക്ക് ചെല്ലുന്നത് സൂക്ഷിച്ചു വേണം. സാഹസ കർമ്മങ്ങളിൽ ഏർപ്പെടരുത്. രാത്രി യാത്രകൾ ഒഴിവാക്കണം. അന്യഭവനങ്ങളിൽ അന്തി ഉറങ്ങരുത്. ബന്ധുജനങ്ങളുടെ വിരോധം സമ്പാദിക്കാൻ സാധ്യതയുള്ളതിനാൽ അവരുമായുള്ള പെരുമാറ്റത്തിൽ കൂടുതൽ കരുതൽ വേണം. രാഷ്ട്രീയ പ്രവർത്തകർക്ക് സൽപ്പേര് നിലനിർത്താൻ കഠിനാധ്വാനം വേണ്ടിവരും. വ്യവസായ സംരംഭകർ വലിയ മുതൽമുടക്കുള്ള പദ്ധതികൾ അല്പകാലത്തേക്ക് മാറ്റിവെക്കുന്നതാണ് ഉചിതം. ഗാർഹിക ജീവിതം സുഖകരമാകും. ഉദരരോഗം, മുട്ടുവേദന, പാദരോഗങ്ങൾ, സന്ധിവേദന എന്നിവയ്ക്കും സാധ്യതയുണ്ട്. വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ പ്രത്യേകമായ താൽപ്പര്യം കാണിക്കും. അന്യദേശ യാത്രയ്ക്ക് സന്ദർഭം ഒരുങ്ങും. ആഭരണ ലാഭത്തിനും യോഗമുണ്ട്. പുത്രസുഖവും ശത്രുനാശവും ഉണ്ടാകും. 2025 ഒക്ടോബർ 19 വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ ആയില്യം നാളിൽ ജനിച്ചവർക്ക് കുറെ കൂടി അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സങ്കീർണമായ പല പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടും. എങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഗ്രഹാന്തരീക്ഷത്തെ കലുഷമാക്കിയേക്കും. തൊഴിൽ മേഖലയിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കും. അപ്രതീക്ഷിത നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. വൈകാരികമായ കാര്യങ്ങളിൽ തെറ്റുപറ്റാം. അന്യനാട്ടിൽ പഠനത്തിനോ തൊഴിലിനോ ശ്രമിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമാണ്. ഏജൻസികൾ വഴി നേട്ടമുണ്ടാകും. ദിവസ വേതനക്കാർക്കും വഴി വാണിഭക്കാർക്കും നേട്ടം പ്രതീക്ഷിക്കാം. സന്താനങ്ങൾക്ക് ശ്രേയസ്സുണ്ടാകും. അവിവാഹിതർക്ക് വിവാഹ സാധ്യതയുണ്ട്. ദമ്പതിമാർക്ക് ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. 2025 ഡിസംബർ 4 വ്യാഴം തിരികെ മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നതാണ്. ദോഷപരിഹാരമായി ആയില്യം നാളിൽ നാഗരാജ ക്ഷേത്ര ദർശനം നടത്തുക, ഭാഗവതം വായിക്കുക, ആണ്ടിൽ 2 തവണയെങ്കിലും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുക. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യുക.